നമസ്കാരം, സംസാരം ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാലക്കുടിയിലെ മരാങ്കോടിലാണ്. നമ്മുടെ ചാനലിൽ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത ബൈജി ചേച്ചിയാണ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പം ചേച്ചി ഇന്ന് എന്താ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? നമ്മൾ ചക്കമടലും ഡേറ്റ്സും വെച്ചിട്ടുള്ള പിക്കിള്. അത് ഒരു കേട്ടിട്ട് അധികം ഇല്ല, ചക്കമടൽ വെച്ചിട്ടൊരു പിക്കിള് ഉണ്ടാക്കുന്നത് അല്ലേ? ചക്കയുടെ സീസൺ ആണല്ലോ. നമുക്ക് തുടങ്ങിയാലോ? എങ്കിൽ തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം. വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിക്കും. ഇനി കടുകിടാം. ഒരു 1.5 ടീസ്പൂൺ കടുക്. എത്ര എടുത്തേക്കുന്നേ? ഇത് ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്ത്. 1/2 കിലോ. ഡേറ്റ്സ് ഒരു 100 ഗ്രാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അതിനുശേഷം പച്ചമുളക്, കറിവേപ്പില. നമുക്ക് കുറച്ച് എള്ളെണ്ണ. എള്ളെണ്ണ ഓപ്ഷണൽ ആണോ അതോ നമുക്കിത്? എള്ളെണ്ണ അച്ചാറിന് നല്ലതാണ്. അച്ചാറ് കേടുവരാതിരിക്കാനും. ഇത് മൊത്തത്തിൽ നമ്മുടെ അച്ചാറൊന്നായി വരാൻ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ മതിയാവും. നമ്മൾ ചക്കമടൽ നേരത്തെ അരിഞ്ഞ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചൂറ്റി വെച്ചതാണ്. ഏകദേശം മുളക് പൊടിയൊക്കെ ഇടാറായിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ. ചൊറുക്ക ആഡ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ചൊറുക്ക ഒഴിച്ച് കഴിഞ്ഞു നമ്മുടെ ചക്കമടൽ വേവിച്ചത് ചേർക്കാം. ഉപ്പ് നമ്മൾ ഇതിട്ടപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞപ്പൊടിയാണ് നമ്മൾ തിളപ്പിച്ചത്. ഈ ചക്കമടൽ നമ്മൾ എങ്ങനെ ഇങ്ങനെ ആക്കി? അത് ചക്ക നമ്മൾ കൊണ്ടുവന്ന് രണ്ടായിട്ട് മുറിച്ച് പിന്നെ അതിൻ്റെ മുള്ള് ചെത്തി കളഞ്ഞിട്ട് മുള്ളും ഉള്ളിലെ ചോളയൊക്കെ മാറ്റിയിട്ട് ശേഷം ചെത്തിയിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് നുറുക്കിയിട്ട് എടുക്കണം. സ്ക്വയറിൽ നുറുക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ചൊറുക്ക ആഡ് ചെയ്യാനുണ്ട്. അത് എത്ര വേണമെങ്കിലും ആഡ് ചെയ്താൽ നല്ലതാണോ? ഇപ്പോൾ ചക്ക മടലിന് പുളിയില്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് പുളി അധികം ആവശ്യം വരില്ല. ഇതിലേക്ക് ഉലുവപ്പൊടിയും കായംപൊടി ഇതൊക്കെ ചേർക്കണം. ഇതെല്ലാം നമ്മൾ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ചെയ്യേണ്ടത്. കായംപൊടി ഒരു 1/4 ടീസ്പൂൺ. ഉലുവപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ കടുക് വറുത്ത് പൊടിച്ചതുണ്ട്. കടുക് മാത്രം? പരിപ്പ്. കടുകും പരിപ്പ്. എന്ത് പരിപ്പ് ചേച്ചി? കടുകിൻ്റെ. അത് ടേസ്റ്റ് കൂടുതലല്ലേ? അച്ചാറിന് അത് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാം. ചക്കമടലൊന്നും ഇതാക്കേണ്ട താമസമല്ലേ? അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം. പിന്നെ നമ്മൾ വീട്ടിലെല്ലാ ചേരുവകളും ഉണ്ടാവൂല്ലോ. അപ്പൊ ചേച്ചി ഇത് നമ്മൾ എത്ര ദിവസം വരെ ഇരിക്കും ഇത്? ഇത് നമുക്ക് 1 മാസം വരെ ഒക്കെ കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിൽ വെക്കണം, അങ്ങനെ ഉണ്ടോ? ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ്. അങ്ങനെ നമ്മൾ എടുക്കുന്ന ടീസ്പൂണും കാര്യങ്ങളൊക്കെ നല്ലോണം കഴുകി ഉണക്കി ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടുത്തെ? നല്ല വിശേഷങ്ങൾ. ഇത് ഈ സൈഡിലെ പ്രത്യേകം ഉണ്ടാക്കുന്നതാണോ ഈ അച്ചാർ? എല്ലാ അച്ചാറുകളും ഉണ്ടാക്കും.
നമ്മൾ നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, പിന്നെ ക്യാരറ്റ് മിക്സഡ് അച്ചാറുകൾ ഉണ്ടാക്കാറുണ്ട്. വെജിറ്റബിൾ അങ്ങനെ ക്യാരറ്റ്, ബീട്രൂട്ട്, പാവയ്ക്ക അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, 2 മക്കള്, ഞാൻ. അപ്പം അമ്മ ഇങ്ങനെയുള്ള ഡിഷസ് ഒക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഞങ്ങള് മക്കൾക്ക് അങ്ങനെ ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും. ഇത് ചേച്ചി തന്നെ പരീക്ഷിച്ച് നോക്കിയതാ കേട്ടോ. അതെ അതെ അതെ, ഇത് നമ്മുടെ ചക്കമടൽ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതല്ലേ? വേറെ എന്തൊക്കെയുണ്ട് കയ്യിൽ ഇതുപോലത്തെ ഡിഷസ് ഒക്കെ നമ്മൾ കഴിക്കാത്തതെന്ന് പറയാനായിട്ട് ഇപ്പോൾ ചിക്കൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിക്കൻ 65, ചിക്കൻ കൊണ്ടാട്ടം, അങ്ങനത്തെ അച്ചാർ ഐറ്റംസ് എന്തൊക്കെയുണ്ട്? അച്ചാറ് നെല്ലിക്ക ഇടാറുണ്ട്, പിന്നെ ലൂബിക്ക, പിന്നെ പടവലങ്ങ അങ്ങനെ, പിന്നെ മിക്സഡ് നേരത്തെ പറഞ്ഞില്ലേ അങ്ങനത്തെ അച്ചാറ് ഇടാറുണ്ട്. ഇതിൽ നമ്മൾ ഇതിട്ടില്ലേ, ഈന്തപ്പഴം ഇട്ടില്ലേ, അത് ഇടുന്നതെന്ന് ഇതുണ്ടോ അതോ നമ്മളല്ലാതെ ഇട്ടതാണോ? ഒരു മധുരം ഉണ്ടാവില്ലേ അപ്പോൾ? നമ്മൾ ഡേറ്റ്സ് ഇടാറുണ്ട്, അച്ചാർ ഇടാറുണ്ട് തനിയെ. അല്ല, ഇതിപ്പോൾ അത് ഇടാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല? ഇത് ഉണ്ടാക്കാൻ പറ്റും, അതിന് കുഴപ്പമില്ല. ഡേറ്റ്സ് ഇത്ര ഇട്ടാൽ നല്ല ടേസ്റ്റ് ഇപ്പം ഇരുന്നോളുവോ രണ്ടും കൂടെ? ഇരുന്നോളും. നമ്മുടെ അച്ചാറപ്പം സെറ്റ് ആയിട്ടുണ്ടല്ലേ? പെട്ടെന്ന് തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുത്തു. അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മാങ്ങയച്ചാർ പോലെയൊക്കെയാണ് ഇത് ഇരിക്കുന്നത്. നമുക്ക് വീട്ടിലാണെങ്കിൽ ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചക്കപ്പിണ്ടി വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാമോ അതിൽ ഏറ്റവും എളുപ്പമാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേച്ചി, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, അപ്പോൾ എല്ലാവരും ചക്കയുടെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കുക. പ്രത്യേകമായിട്ട് ചക്കമടലും അച്ചാറുണ്ടാക്കി കഴിച്ചു നോക്കുക. ആരോഗ്യത്തിന് എല്ലാവർക്കും നല്ലതാണ്. അപ്പം അങ്ങനെ അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി ഇതിനും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.